തിരുവനന്തപുരത്തെ ആദ്യത്തെ ഒരേ ഒരു നൈറ്റ് ലൈഫാണ് മാനവീയം വീഥി. ഈ മാനവീയം വീഥി ഉണ്ടാക്കിയെടുക്കാനായി സർക്കാരിന് ഒട്ടനവധി പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരുപാട് വെല്ലുവിളികൾ സർക്കാരിന് ഇതിന് ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം തന്നെ തിരുവനന്തപുരത്തെ മറ്റ് ജില്ലകളിൽ നിന്ന് വേറിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയായിരിക്കണം. അതിന് മാനവീയം വീഥി ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ ഒരു പാരയായോ ഇത് എന്നാണ് ചോദ്യം വരുന്നത്. തിരുവനന്തപുരം തലസ്ഥാനത്തെ സാംസ്കാരിക ഇടനാഴിയായ മാനവീയം വീഥി ഡ്രഗ് മാഫിയയുടെ നിയന്ത്രണത്തിലാണ് എന്ന് തന്നെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാനവീയം വീഥിക്ക് സമീപം യുവാവിന് കുത്തേറ്റു എന്നുള്ള വാർത്തകളും അത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ ഡിസംബറിൽ പോലീസുകാരെ തല്ലിയതും എല്ലാം മാനവീയം വീഥിക്ക് ഒരു വലിയ തലവേദനയായി മാറുകയാണ്. മാനവീയം വീഥിയെ സംബന്ധിച്ചുള്ള ഒരു പൊതു കാഴ്ചപ്പാട് തന്നെ ഇതൊരു കഞ്ചാവ് വീഥി എന്നത് തന്നെയാണ്. നിരോധിതമായിട്ടുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിതരണ കേന്ദ്രമാണിത് എന്ന് നാട്ടുകാർ പറയുന്നു. വയോജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ട്രാൻസ് വ്യക്തികൾ, ഭിന്നശേഷിക്കാർ, സംഘടിത അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾ, അങ്ങനെ എല്ലാവരും സൗഹൃദം പങ്കുവയ്ക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്, ഒരു സൗജന്യ വേദിയാണ് മാനവീയം വീഥി. എന്നാൽ എന്നും മാനവീയം വീഥിയിൽ സംഘർഷം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 10ൽ കൂടുതൽ കേസുകളാണ് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസിന് ഇതൊരു തലവേദനയായി മാറുന്നു എന്ന് കാണിച്ച് പോലീസ് ഇതിനകം റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇനി എന്നാണ് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പഠിക്കുന്നത്? കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ക്യാമറമാൻ ജെയിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.